ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് അത്താഴത്തിന് കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. നമുക്ക് ഈ ചൂടുകൊണ്ടുള്ള മൂത്രക്കടച്ചിൽ, അതുപോലെ ചൂടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സും പാലും നട്ട്സും മിൽക്കും ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഏത് സാധാരണക്കാർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോമ്പ് 30 ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശരീരം മൊത്തത്തിൽ തണുപ്പിക്കാൻ ഇത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് സാധാരണക്കാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാ നോമ്പിന് ഇത് ഉണ്ടാക്കി കുടിക്കണം. പിന്നെ അതേപോലെ അത്താഴത്തിനും ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിരവി എടുത്ത തേങ്ങയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അവൽ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴം തന്നെ വേണമെന്നില്ല കേട്ടോ, റോബസ്റ്റ് എടുക്കാം. ഇനി ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും, അതുകൊണ്ട് അവർക്ക് റോബസ്റ്റ് എടുക്കാം കേട്ടോ. റോബസ്റ്റ് ഷുഗർ ഉള്ളവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ റോബസ്റ്റ് വേണമെങ്കിൽ അത് എടുക്കാം. നമുക്ക് ആർക്കും ഷുഗറൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ 4-5 എടുത്തിട്ടുള്ളത്. ഇത്തിരി വലുതാണെന്ന് വെച്ചാൽ ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇത് തന്നെ നമുക്ക് 5 പേർക്ക് കഴിക്കാനുള്ള 5 ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചെറുപഴം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ഉള്ളവർക്കും നല്ല ഇതാണ്, എല്ലാവർക്കും ഇത് കഴിക്കാം കേട്ടോ. മാസം മുഴുവനും ഇത് കഴിക്കാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമുക്ക് ചൂട് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. 30 ദിവസം ഞാനിത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. നല്ല രുചിയാണ്, അതേപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ ഉള്ളവരാണെന്ന് വെച്ചാൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ശർക്കര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മധുരം ഇല്ലാണ്ടും നമുക്ക് ഇതുപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം ഉടച്ചെടുക്കുക. നമ്മൾ പഞ്ചസാരയും അവലും തേങ്ങയും ഒക്കെപ്പാടെ പഴമൊക്കെപ്പാടെ ഉടച്ചെടുക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞ് കിട്ടും നമ്മുടെ പഴം. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഇതിൽ നല്ലോണം ഒന്ന് ഇതായി കിട്ടും, ഉടഞ്ഞു പോയി കിട്ടും കേട്ടോ. ഒന്ന് പാലൊക്കെ വന്ന പോലെ ആവും. അപ്പോൾ ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കുക. ഇനി ഇതുപോലെ ഉടച്ചെടുക്കണതില്ലെങ്കിൽ ഗ്ലാസിൻ്റെ മൂട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി തണുത്ത വെള്ളം പറ്റാത്തവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്, നല്ലോണം തണുത്ത വെള്ളം. നമ്മളിത് കുടിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കുറേ മുന്നേ ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ നമ്മൾ ഈ അവലൊക്കെ കുതിർന്ന് നമുക്കൊരു കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ കിട്ടുന്നതൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു 5 മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവലൊക്കെ കടിക്കാൻ കിട്ടി നല്ലൊരു ടേസ്റ്റാണ്. ഇത് കുടിക്കുമ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുക. ഞാൻ കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് കുടിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ലൂസിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ ഈ വെള്ളം കൂട്ടി കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് ടേസ്റ്റും ഉണ്ട്, അതേപോലെ ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് ശരീരം മൊത്തത്തിൽ തണുപ്പിച്ചെടുക്കാൻ പറ്റും. ചൂട് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ 1-2 തവണ നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മൂത്രക്കടച്ചിലും ഒക്കെ ഉള്ളവരാണെന്ന് ഇതുപോലെ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ആ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നോമ്പിനൊന്നും ഞാൻ എല്ലാ നോമ്പിനും ഇത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുടിക്കാൻ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതിൽ നട്ട്സും പഴവും നമ്മൾ വേറെ ഉള്ളതൊന്നും ചേർത്തിട്ടില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നോമ്പ് സംബന്ധമായിട്ട് ചൂടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.